ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ശേഖരിച്ച് വെക്കേണ്ട ആയുർവേദ മരുന്നുകളെക്കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആയുർവേദയിൽ നമുക്ക് എന്തൊക്കെ മരുന്നുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ, ഫസ്റ്റ് എയ്ഡ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഔഷധം എന്ന് പറയുന്നത് താലിസ് പത്രാതി വടകം. എല്ലാ വീടുകളിലും ശേഖരിച്ച് വെക്കേണ്ട ഒരു ഔഷധം തന്നെയാണ് താലിസ് പത്രാതി വടകം. ഇത് പനി സംബന്ധമായിട്ട് വരുന്ന ആദ്യഘട്ടത്തിലെ പനി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, തുമ്മൽ, ശ്വാസം മുട്ടൽ ഇതൊക്കെ മാറിക്കിട്ടാനും, തലവേദന അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധം തന്നെയാണ് താലിസ് പത്രാതി വടകം. ഇതിൻ്റെ പ്രധാന ചേരുവയായിട്ടുള്ളത് താലീസം, അതുപോലെ തന്നെ കുരുമുളക്, ചുക്ക്, തിപ്പല്ലി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്രാനുൾസ് ഫോമിൽ കിട്ടുന്ന ഒരു ഔഷധമാണ് താലിസ് പത്രാതി വടകം. ഇത് 5 ഗ്രാമിൽ കുറഞ്ഞ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വായിലിട്ട് അരിച്ച് കഴിക്കുന്നത് നമുക്ക് തൊണ്ടവേദന, അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, ഒച്ചയടപ്പ് ഇതെല്ലാം മാറിക്കിട്ടാനും പനിയുടെ സിംറ്റംസിൽ നിന്ന് വിട്ടുമാറാനൊക്കെ സഹായിക്കുന്നതാണ് താലിസ് പത്രാതി വടകത്തിൻ്റെ ഉപയോഗം. ഇതുപോലെ തന്നെ പ്രയോജനകരമായിട്ടുള്ള മറ്റൊരു ഔഷധം എന്ന് പറയുന്നത് രാസാതി ചൂർണ്ണമാണ്. രാസാതി ചൂർണ്ണം മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ പ്രയോജനം തരുന്ന ഒരു ഔഷധമാണ് രാസാതി ചൂർണ്ണം. രാസാതി ചൂർണ്ണം നമുക്ക് കുളിച്ചതിന് ശേഷം അല്പം നെറുകയിൽ തിരുവുന്നത് നമ്മുടെ തലനീരിറക്കം പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായിരിക്കും. അത് മാറിക്കിട്ടാനും പനി, ചുമ, ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ രാസാതി ചൂർണ്ണത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ രാസാതി ചൂർണ്ണം സംബന്ധമായിട്ട് വരുന്ന നീർക്കെട്ട്, ചുവപ്പ് നിറം, അതുപോലെ തന്നെ തൊടുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വേദന ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് രാസാതി ചൂർണ്ണത്തിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. രാസാതി ചൂർണ്ണം അരി കഴുകിയ വെള്ളത്തിൽ ചാലിച്ച് ചൂടാക്കിയതിന് ശേഷം അവിടെ സംബന്ധമായ നീരുള്ള ഭാഗത്ത് ഇടുന്നത് വളരെ ഫലപ്രദമാണ്. ഈ നീര് വറ്റാനും വേദന കുറയാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതുപോലുള്ള പ്രയോജനങ്ങളുള്ളതാണ് രാസാതി ചൂർണ്ണം. ഒരു ഫലപ്രദമായ ഔഷധം എന്ന് പറയുന്നത് അഷ്ടചൂർണ്ണമാണ്. അഷ്ടചൂർണ്ണം നമ്മൾ വയറിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു പൊടി പോലത്തെ ഔഷധമാണ് അഷ്ടചൂർണ്ണം. അഷ്ടചൂർണ്ണം 1/2 ടീസ്പൂൺ ആഹാരത്തിന് മുമ്പ് 2 നേരം കഴിക്കുന്നത് നമുക്ക് വിശപ്പില്ലായ്മയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ്. ഇത് വിശപ്പുണ്ടാക്കാനും അതുപോലെ തന്നെ വായുവിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് അഷ്ടചൂർണ്ണത്തിൻ്റെ ഉപയോഗം. മറ്റ് 2 പ്രയോജനകരമായിട്ടുള്ള എണ്ണകൾ നമ്മൾ വീട്ടിൽ തന്നെ ശേഖരിച്ച് വയ്ക്കേണ്ടത് കർപ്പൂരാതി തൈലവും പൂർവെണ്ണയാണ്. കർപ്പൂരാതി തൈലം ആയാൽ തന്നെയും നമ്മുടെ സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമാണ്. കർപ്പൂരാതി തൈലം മുഖത്ത് ഇട്ടതിന് ശേഷം നമ്മൾ അല്പം ആവി പിടിക്കുന്നത് സൈനസൈറ്റിസ് പോലുള്ള കംപ്ലയിൻറ്റ്സ് മാറിക്കിട്ടാനും, അതുപോലെ തന്നെ നമുക്ക് മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും കർപ്പൂരാതി തൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, അതുപോലെ തന്നെ കൂച്ചിപ്പിടുത്തം ഇതെല്ലാം മാറിക്കിട്ടാനും കർപ്പൂരാതി തൈലം നമ്മൾ വീട്ടിൽ ശേഖരിച്ച് വയ്ക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് വീണിട്ടുണ്ടാകുന്ന മുറിവ്, ചതവ് ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് മുറിവെണ്ണയുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ വീണിട്ടുണ്ടാകുന്ന സ്ട്രെയിൻ പോലുള്ള കണ്ടീഷൻസിൽ സ്ട്രെയിൻ, മസിൽ പെയിൻ ഇതിനെല്ലാം മുറിവെണ്ണ നമ്മൾ വീട്ടിൽ ശേഖരിച്ച് വയ്ക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ഇതുപോലെ തന്നെ പ്രയോജനകരമായിട്ടുള്ള മറ്റ് 2 ചൂർണ്ണങ്ങൾ എന്ന് പറയുന്നത് ത്രിഫല ചൂർണ്ണവും അവിപത്തി ചൂർണ്ണവുമാണ്. ത്രിഫല ചൂർണ്ണം നമുക്ക് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ ഡയബറ്റീസിനും ഒക്കെ വളരെ പ്രയോജനം തരുന്ന ഒരു ഔഷധം തന്നെയാണ് ത്രിഫലയുടെ പൊടി. ത്രിഫല പൊടി രാത്രിയിൽ 1/2 ടീസ്പൂൺ വീതം ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് നമുക്ക് രാവിലെ മലശോധനയ്ക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് പോലുള്ള കോംപ്ലിക്കേഷൻസ് മാറിക്കിട്ടാനും ഇതുപോലെ തന്നെ വെയിറ്റ് ലോസിനും എല്ലാം വളരെ ഫലപ്രദമാണ് ത്രിഫലയുടെ ഉപയോഗം. അതുപോലെ തന്നെ ഫലപ്രദമായിട്ടുള്ള മറ്റൊരു ഔഷധം എന്ന് പറയുന്നത് അവിപത്തി ചൂർണ്ണമാണ്. അവിപത്തി ചൂർണ്ണം 1/2 ടീസ്പൂൺ വീതം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനായിട്ട് വളരെ ഫലപ്രദമാണ്. അലർജി മൂലമുണ്ടാകുന്ന സ്കിൻ റാഷസ്, അതായത് ദേഹം തളിച്ചടിച്ച് വരിക, ചുവപ്പ് നിറത്തിൽ വരിക ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് അവിപത്തി ചൂർണ്ണം നമ്മൾ കഴിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ജലദോഷം, തുമ്മൽ, അലർജി മൂലം ഉണ്ടാകുന്ന ജലദോഷം, തുമ്മൽ ഇതെല്ലാം മാറിക്കിട്ടാനും അവിപത്തി ചൂർണ്ണത്തിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. ഇതുപോലുള്ള ഔഷധങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ശേഖരം നമ്മളെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ഇതുപോലുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.